ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. സമാധാനത്തിനും അഭിവൃദ്ധിക്കും ആഗോള ഐക്യം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും പ്രധാനമന്ത്രി. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഖാരിഫ് സീസണിൽ നെല്ല് സംഭരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 742 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91% പിന്നിട്ടു. കേരളത്തിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വർദ്ധിച്ചുവരുന്ന ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് രാവിലെ ഗുജറാത്തിലെ കെവാഡിയയിൽ നടന്ന ഏകതാ ദിവസ് പരേഡിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ലോക സമാധാനത്തിനും അഭിവൃദ്ധിക്കും ആഗോള ഐക്യം അനിവാര്യമാണെന്നും വ്യക്തമാക്കി. शांति, भाईचारा और परस्पर आदर का भाव ही मानवता की सच्ची पहचान है. शांति, एकता और सद्भाव वही उसका मार्ग है. आतंकवाद, हिंसा से कभी भी किसी का कल्याण नहीं हो सकता. भारत तो पिछले कई दशकों से आतंकवाद का भुक्तभोगी रहा है. കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ. സർദാർ പട്ടേലിന്റെ 145ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ദേശീയ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഒന്നിക്കണമെന്നും ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് ലക്ഷ്യം കൈവരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ചില രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം ഭീകരാക്രമണത്തെ ദുരുപയോഗം ചെയ്തതായി വിമർശിച്ചു. തടസ്സങ്ങൾ നീങ്ങി ജമ്മു കാശ്മീർ വികസനത്തിലേക്ക് മുന്നേറുന്നതായും സമാധാന ഉടമ്പടിക്ക് ശേഷം വടക്കുകിഴക്കൻ മേഖല വികസന പാതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകരുടെയും തൊഴിലാളികളുടെയും ദരിദ്രരുടെയും ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്കാണ് രാഷ്ട്രം നീങ്ങുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻനിര കൊറോണ യോദ്ധാക്കളെയും മഹാമാരിക്കെതിരായ പോരാട്ടത്തെയും അദ്ദേഹം പ്രശംസിച്ചു. രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡിന് സാക്ഷ്യം വഹിച്ച പ്രധാനമന്ത്രി ഏകതാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സുരക്ഷയും ഉറപ്പുവരുത്തുമെന്ന പ്രതിജ്ഞ ഊട്ടിയുറപ്പിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും പട്ടേലിന് ആദരമർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സർവ്വവും സമർപ്പിച്ച നേതാവാണ് പട്ടേലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 36ാം ചരമവാർഷിക ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ബീഹാർ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. 17 ജില്ലകളിലായി 94 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ് നവംബർ 3-നാണ് നടക്കുന്നത്. ഭോജ്പുരി ഗായകരും സിനിമാ താരങ്ങളും ഉൾപ്പെടെ നിരവധി താരപ്രചാരകരെ അണിനിരത്തി വിവിധ പാർട്ടികൾ പ്രചാരണം നടത്തിവരികയാണ്. പ്രതിപക്ഷ നേതാക്കൾ പരോക്ഷമായി പാകിസ്ഥാനെ ശക്തിപ്പെടുത്തുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബീഹാറിലെ ഭഗൽപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നത് ആ രാജ്യത്തിന്റെ ഒരു മന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെ നേരിടുന്നതിൽ എൻഡിഎ ഗവൺമെന്റ് സ്വീകരിച്ചു പോന്ന നടപടികളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തവരാണ് പ്രതിപക്ഷ നേതാക്കൾ. സത്യം പുറത്തുവന്നതോടെ അവർക്ക് നിശബ്ദരാകേണ്ടി വന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖാരിഫ് സീസണിൽ 742 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എഫ്സിഐയുടെയും സംസ്ഥാന ഏജൻസികളുടെയും സഹായത്തോടെയാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിക്കുന്നത്.
കഴിഞ്ഞ വർഷം 627 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചത്. വാങ്ങൽ കേന്ദ്രങ്ങളുടെ എണ്ണം 30,709 നിന്ന് 39,122 ഉയർത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഉരുളക്കിഴങ്ങ് വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 10 ലക്ഷം ടൺ ഉരുളക്കിഴങ്ങ് ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഭൂട്ടാനിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ 30,000 ടൺ ഉരുളക്കിഴങ്ങ് സർക്കാർ ഇറക്കുമതി ചെയ്യും. ഉരുളക്കിഴങ്ങിന്റെ ഇറക്കുമതി തീരുവ നേരത്തെ 30% നിന്ന് 10% കുറച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91.34% പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,000-ത്തിലധികം പേർ രോഗമുക്തരായി. ഇതോടെ ആകെ രോഗം ഭേദമായവരുടെ എണ്ണം 74,32,000 പിന്നിട്ടു. ആകെ കോവിഡ് രോഗികളിൽ 7.16% പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 5,82,000 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 48,268 പേർക്കാണ്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 81,37,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം 551 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞതോടെ രാജ്യത്തെ മരണസംഖ്യ 1,21,641 ആയി. 1.49% എന്ന ഇന്ത്യയുടെ മരണനിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണ്. പരിശോധിക്കുക, കണ്ടെത്തുക, ചികിത്സിക്കുക എന്ന ഇന്ത്യയുടെ നയം രോഗമുക്തി നിരക്ക് വർദ്ധിക്കാനും മരണനിരക്ക് കുറയ്ക്കാനും സഹായിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,59,00,000 കടന്നു. 11,93,000-ത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 3,32,00,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയിലും യൂറോപ്പിലും കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും വർധന രേഖപ്പെടുത്തി. കേരളത്തിൽ ഇന്നലെ 6,638 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 90,565 ആയി. 1,457 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഭൂരിഭാഗം ജില്ലകളിലും നിരോധനാജ്ഞ നീട്ടി. കണ്ണൂർ, വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ 10 ജില്ലകളിലാണ് നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നത്. 15 ദിവസത്തേക്ക് കൂടിയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് എന്നിവരെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമം ആരംഭിച്ചു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇഡി അപേക്ഷ സമർപ്പിച്ചു. തിങ്കളാഴ്ച കോടതി അപേക്ഷ പരിഗണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയുടെ റിമാൻഡ് കാലാവധി ചൊവ്വാഴ്ച അവസാനിക്കും. ഇന്നലെ 5.5 മണിക്കൂറോളം ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷകളും മറ്റ് ആക്ഷേപങ്ങളും ഇന്ന് കൂടി സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. കോവിഡ്-19 വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പേര് ചേർക്കുന്നതിനുള്ള ഹിയറിംഗിന് നേരിട്ട് ഹാജരാകാൻ കഴിയാത്തവർക്ക് അപേക്ഷയുടെ പ്രിന്റ് ഔട്ടിൽ ഒപ്പും ഫോട്ടോയും പതിച്ച് സ്കാൻ ചെയ്ത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് ഇമെയിലായോ നേരിട്ടോ ആൾവശമോ ലഭ്യമാക്കാം. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും രാത്രി 7:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കിങ്സ് 11 പഞ്ചാബിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ രാജസ്ഥാൻ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമാധാനത്തിനും അഭിവൃദ്ധിക്കും ആഗോള ഐക്യം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും പ്രധാനമന്ത്രി. ബീഹാറിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഖാരിഫ് സീസണിൽ നെല്ല് സംഭരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 742 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കും.
രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91% പിന്നിട്ടു. കേരളത്തിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.